ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു. നമുക്കൊരു കാര്യം വേണം. അതെന്താ? എല്ലാവരും കൂടിച്ചേർന്ന് 3 തവണ അതിപവിത്രമായിരിക്കുന്ന ആ ഓംകാരം ഒരു തവണ ജപിക്കണം. കൂട്ടായിട്ട് നല്ല ഉച്ചത്തിൽ വേണം എല്ലാവരും ജപിക്കാൻ. അങ്ങനെ കൂട്ടായി ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സങ്കല്പമുണ്ടാവണം. എന്താണത്? നമ്മുടെ ഈ കൂട്ടശബ്ദം ഈ ഭൂതലത്തിൽ മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹ വർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്ന്. ഇത് ഒറ്റയ്ക്ക് എല്ലാവരും മനസ്സിൽ വിചാരിക്കണം. അപ്പം നിങ്ങളുടെ മനസ്സും അതിനൊപ്പം വിശാലമായി തീരും എന്നതാണ് ഒരു വിശേഷ ഫലം. എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കും, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും, കണ്ണടയ്ക്കും. എന്നിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. എല്ലാവരും ജപിക്കണം. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം എല്ലാവരും ഇതിൽ പങ്കെടുത്തോ ഇല്ലയെന്ന്. സ്വല്പമെങ്കിലും മടിക്കരുത്. നിങ്ങളുടെ പൂർവികന്മാർ ഈ ജപം, നിങ്ങളുടെ ജപം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കും. വരും തലമുറകളോ നിങ്ങൾക്ക് അങ്ങേയറ്റം കൃതജ്ഞതയും സന്തോഷവും രേഖപ്പെടുത്തും. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറായിക്കോളൂ. ഇത് ആരംഭിക്കുകയായി. എൻ്റെ തൊണ്ട കുറഞ്ഞു വരികയാണല്ലോ. അപ്പം അതിൻ്റെ പോരാക്കുറവൊക്കെ നിങ്ങളെല്ലാവരും കൂടി നികത്തണം. ഇതാ ഓ ഓ മൂന്നാമത്തത് ഓ ഓ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ,
ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് ഭാഗവത രസിക സ്മൃതി എന്നുള്ള പേരിൽ ദേഹാധിവാസം കൈവിട്ടു പോയ നമ്മുടെ വൈദ്യലിംഗ സംഭാജി അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം എന്നുള്ള നിലയ്ക്ക് ഒരു ശ്രീമദ് ഭാഗവത വിചാരസത്രം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. വളരെ കേമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കാണാനൊക്കെ വളരെ കൗതുകമുണ്ടെന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ കൃതാർത്ഥതയും ഒരു അനുഗ്രഹം എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടാക്കത്തക്ക വിധത്തിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് നല്ല മനുഷ്യർക്ക് ആദ്യമായിട്ട് മനസ്സിൽ തോന്നണം. ആ തോന്നുന്നത് പ്രാവർത്തികമാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ കൂടെ ഒത്തുകൂടണം. അങ്ങനെ എല്ലാം കൂടി ഒരു ദൃഢസങ്കല്പവും പരിശ്രമമൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വൈദ്യലിംഗ ശർമാജി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഞാൻ വളരെ അടുത്ത് നല്ലപോലെ പെരുമാറി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രം 10-25 കൊല്ലം മുൻപ് തുടങ്ങിയപ്പോൾ അദ്ദേഹമായിരുന്നു അതിൻ്റെ ഉപദേഷ്ടാവ്, നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ധാരാളം പഠിച്ചിട്ടുള്ള ആളാണ്. മലയാളത്തിലും സംസ്കൃതത്തിലും കോളേജിലെ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കേട്ടത് 43 കൊല്ലം അദ്ദേഹം ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ആ ഭാഗവതവുമായി കൂടിച്ചേർന്ന് ജീവിക്കുകയായിരുന്നു. ഈ ശ്രീമദ് ഭാഗവതം എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ വേണ്ടത് എന്താ? ബാക്കിയുള്ളതൊക്കെ വിടണം, ശ്രീമദ് ഭാഗവതം മാത്രമാവണം. അതിന് ധാരാളം വകയുണ്ട്. അതിൽ 18,000 ശ്ലോകങ്ങളാണ്, 10-12 സ്കന്ധങ്ങളാണ്. അതിൽ പറയാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അത്ര വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. തൻ്റെ അധ്യാപകം വൃത്തി ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് റിട്ടയർ ചെയ്യുക അടുത്തൂൺ പറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് തോന്നിയത് ഇനിയുള്ള കാലം ശ്രീമദ് ഭാഗവതം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനും അവർക്കതിൽ താല്പര്യമുണ്ടാക്കാനും വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം എന്നായിരിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ആളായിട്ട് സംസാരിച്ചതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ശ്രീമദ് ഭാഗവതം തത്വപ്രവചനമായിട്ടോ പ്രസംഗമായിട്ടോ ഒക്കെ നടത്തുന്ന പലരും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നവരാണെന്ന് പറയുണ്ടായി. അപ്പോൾ അതൊരു വലിയ ദൗത്യമാണത്. വെറും സേവനം എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെ ഒരാൾ ഏതാണ്ട് 100 വയസ്സ് എത്താറാവുമ്പോഴേക്കും ശരീരം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതേമാതിരി നമുക്കിപ്പോൾ കൊണ്ടാടാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടുമല്ലോ. സാധാരണ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ മരിച്ചു പോയവർക്ക് ശ്രാദ്ധ കൂട്ടുക എന്നൊരു സമ്പ്രദായം നമുക്കറിയും. വാസ്തവത്തിൽ ഈ ശ്രാദ്ധം വേണ്ടതാണോ എന്നൊക്കെയുള്ള ചോദ്യം വലിയ ചോദ്യമാണ്. ആരാ ഈ മരിച്ചത്? മരണം എന്നൊന്ന് വാസ്തവത്തിലുണ്ടോ? ഇവിടെ എല്ലാവരും നിങ്ങൾ വന്നിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതം, ജന്മം, ജനിച്ചു എന്ന് പറയുന്നത് അനുഭവസിദ്ധമാണോ? ഒരാളെങ്കിലും കൈ പൊക്കി ഞാൻ ജനിച്ചത് എനിക്കറിയാം, സ്വാനുഭവമാണെന്ന് പറയാൻ പറ്റണമെങ്കിൽ ഒന്ന് കാണട്ടെ ഞാൻ. അതുപോലെ ആരെങ്കിലും മരിച്ചാൽ ഞാൻ മരിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ആൾ മരിച്ചു എന്ന് ഡോക്ടറോ ബാക്കിയുള്ളവരോ തൊട്ട് നോക്കിയിട്ട് പറയുക. വാസ്തവത്തിൽ നമ്മുടെ കയ്യിലുള്ളത് ഈ ജീവിതമാണ്. അതിൻ്റെ ജന്മമോ മരണമോ നമുക്ക് സ്വാനുഭവമല്ല. അതിൻ്റെ ഒട്ടും ആവശ്യമില്ല. 1-1.5 വയസ്സാകുമ്പോൾ അമ്മ അടുത്ത് വന്നിട്ട് പറയണു, മോനെ അല്ലെങ്കിൽ മോളെ, നീ എൻ്റെ കുട്ടിയാണ്, ഞാൻ നിൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ അത് അറിയണത് നമ്മൾ സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ 100ാം ജന്മദിനം എന്ന് പറയുമ്പോൾ ജന്മദിനം തന്നെയാണ്. ശരീരത്തിൻ്റെ ഇടയിൽ പോയി, അത് പോയതുകൊണ്ട് തന്നെ ആൾ ജീവിച്ചിരുന്നെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ഈ നടത്തുന്നത് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് സമൂഹത്തിൻ്റെയും സമാജത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്.
ആ നന്മ ഉണ്ടോ എന്ന് നോക്കിയാൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ശരീരം വിട്ടു പോകുമ്പോൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ തോന്നേണ്ടത്, മറ്റുള്ള കർമ്മവിശേഷങ്ങളെക്കാൾ കൂടുതൽ. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന ശീർഷകത്തിൽ പറയണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് എപ്പോഴും എഴുതണം. എന്താ, ഭാഗവതം 2 ഉണ്ടല്ലോ. അതിൽ എല്ലാവരും ഭാഗവതം എന്ന് പറഞ്ഞാൽ ദേവീ ഭാഗവതം എന്നാണ് ധരിക്കുക. അതിനാണ് ഒരു പക്ഷേ പഴക്കം കൂടുതൽ. ശ്രീമദ് ഭാഗവതം തെക്കേ ഇന്ത്യയിൽ എഴുതിയത് ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിലാണ്. നമ്മൾക്ക് അടുത്ത് നിൽക്കുന്ന വിശേഷപ്പെട്ട ഒരു ശാസ്ത്രരചന ശ്രീമദ് ഭാഗവതമാണ് എന്ന് പറയാം. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സ്ഥാനവും പേരും ശരിക്കും എന്താ എന്ന് ചോദിച്ചാൽ, ഇത് ഒരു പാരമഹംസ്യ സംഹിതയാണത്. സാധാരണ പുരാണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടാൽ അത് ശരിയാവില്ല. ഇതിലെഴുതിയിട്ടുള്ളത് മുഴുവനും ഒരു പരമഹംസനാണ്. മനുഷ്യൻ്റെ ജീവനെയാണ് ഹംസം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ഹംസത്വത്തിൽ നമുക്ക് വേണ്ടതുപോലെ വിവേകവും വൈരാഗ്യവും ഭക്തിയും ഒക്കെ ഉണ്ടായി നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വേണ്ടത്ര വളർച്ചയും വികാസവും ഉന്നമനവും ഔന്നത്യവും ഉത്കർഷവുമെല്ലാം വന്നു എന്നിരിക്കട്ടെ. ആ ഹംസപദം വിട്ട് നമുക്ക് പരമമായിരിക്കുന്ന ഒരു പരമഹംസ പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചേർന്ന ആളാണ് വ്യാസദേവൻ. അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത ശുഗമഹർഷിയാണെങ്കിൽ ഞാൻ പറയും പരമഹംസൻ സ്ക്വയേർഡാണെന്ന്. അവർ 2 മൂലമാണ് നമുക്ക് ഈ മഹത്തായ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഭാഗവതം നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്താൻ ഉദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ധാരണയൊക്കെ ഒന്ന് പൊളിച്ചെഴുതേണ്ടി വരും. എന്താണ് ധാരണ? ശ്രീമദ് ഭാഗവതം ഈശ്വരനെ പറ്റിയും മനുഷ്യജീവനെ പറ്റിയും ഈ ലോകത്തിൻ്റെ സങ്കീർണമായ വശങ്ങളെക്കുറിച്ചുമെല്ലാം ഉദ്ബോധിപ്പിക്കുന്നതാണ്. അതിൽ അടി തൊട്ട് മുടിമുറെ വാക്കുകളാണ്. വാക്കുകളെല്ലാം ആശയങ്ങളാണ്. ആശയങ്ങൾ മനസ്സിലും ബുദ്ധിയിലും രൂപപ്പെടുന്നതാണ്. അത് നാവിലൂടെ നാം പ്രകടമാക്കുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതം അടിമുടി എന്താ? ആശയമാണതിൽ എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവ് നമുക്ക് പിന്തുടരണം എന്നുണ്ടെങ്കിൽ അത് മനസ്സും ബുദ്ധിയും മാത്രം ഉപയോഗിച്ച് പിന്തുടരേണ്ടതാണ്. പരീക്ഷിച്ച് ശ്രീമദ് ഭാഗവതം കേട്ടേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഇരുന്ന് കേട്ടേ ഉള്ളൂ. എന്തായാലും താൻ 7-ാം ദിവസം തക്ഷകൻ വന്ന് കടിച്ച് പോകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ആ തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് തന്നെ ആ കടി ഏൽക്കാത്ത തരത്തിലുള്ള ഒരു നില കൈവരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആസന്ന മരണൻ എന്താണ് വേണ്ടത് എന്ന് ശുഗമഹർഷിയോട് ചോദിച്ചപ്പോൾ ശുഗമഹർഷി മറുപടി പറഞ്ഞു. ആദ്യം ചത്ത പാമ്പിൻ്റെ ആ ജഡമെടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിലാ കൊണ്ടിട്ടു. വെള്ളം കുടിക്കാൻ ചെന്നു എന്നാ കാരണം. അപ്പം രാജാവായപ്പോൾ രാജാവിൻ്റെ പ്രഭാവവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്തായാലും എണീറ്റ് ഇത്തിരി വെള്ളം തരും എന്നൊന്ന് പ്രതീക്ഷിച്ച് കാണും. കാരണം മഹാരാജാക്കന്മാരുടെ വേണ്ടതുപോലെയുള്ള ഭരണത്തിൻ്റെ കീഴിലാണല്ലോ തപസ്വികൾക്ക് പോലും അല്ലലും അലട്ടുമില്ലാതെ തപസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മഹാരാജാവോടൊരു കടപ്പാട് ഏത് തപസ്വിക്കും ഉണ്ടാകേണ്ടതാണെന്ന് മനസ്സിൽ ധരിച്ചു കാണും. അവിടെ ചെന്നപ്പോൾ മഹർഷി കണ്ണടച്ചിരിക്കുക, വന്നത് തന്നെ അറിഞ്ഞില്ല. അപ്പോൾ ശരീരം ജനിപ്പിച്ച ദാഹം മനസ്സിലെ ഒരു വിക്ഷോഭമായി മാറി. എന്നിട്ടോ ഇദ്ദേഹം വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ പുറപ്പെട്ടു പോയി. അപ്പോൾ അവിടെ പ്രകൃതി അസലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു ചെത്ത പാമ്പ്. ഉടനെ വില്ലിൻ്റെ തുമ്പ് കൊണ്ട് അത് കോരിയെടുത്ത് കൊണ്ടുവന്ന് മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ ഇടാൻ ഇത്ര വലിയ മഹാപ്രഭാവനായിരിക്കുന്ന പരീക്ഷത്തിന് ഒരു കൂസലും ബുദ്ധിമുട്ടും ആലോചനയും ഒന്നും ഉണ്ടായില്ല. അവിടെ ആ പാമ്പിന് ഒരുക്കി കൊടുത്ത പ്രകൃതിയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാറ്റിൻ്റെയും പിന്നിലെ ഈശ്വര ഹസ്തങ്ങളാണല്ലോ.
അത് കഴിഞ്ഞ് ഈ ശമീക മഹർഷിയുടെ മകൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ കാതിൽ ഈ വർത്തമാനം കേട്ടപ്പോൾ അവന് പെട്ടെന്ന് നല്ലൊരു ക്ഷോഭം വന്നു. പരീക്ഷിത്ത് മഹാരാജാവിന് ക്ഷോഭമുണ്ടായി എന്നുണ്ടെങ്കിൽ ആ കൊച്ചുമകനെ എത്രത്തോളം അധികമായിക്കൂടാ. എപ്പോഴും ഈ ക്ഷത്രിയന്മാർക്ക് കൈബലമുണ്ട്, ഹസ്തബലമുണ്ട്. അവരുടെ ഹസ്തബലമോ മേലെ, അതോ തപസ്വികളുടെ മനോബലമോ മേലെ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കയ്യിലെടുത്ത് ആരായാലും 7-ാം ദിവസം ജീവനുള്ള സർപ്പം വന്ന് കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ശാപം കൊടുത്തു. അപ്പം ആദ്യം പരീക്ഷണത്തിന് പറ്റിയ അബദ്ധമുണ്ടല്ലോ, ഈ കുട്ടിയുടെ ശാപവും കാട്ടുതീ പോലെ പടർന്നങ്ങോട് വളർന്നു. എല്ലാവരും മനസ്സിലാക്കി. അത് പരീക്ഷത്തിൻ്റെ ചെവിയിലും എത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിന് പശ്ചാത്താപം നിശ്ചയമായിട്ടും തോന്നിക്കാണും, തോന്നുന്നത് ശരിയുമാണ്. അപ്പം അദ്ദേഹം തീരുമാനിച്ചു, എന്തായാലും 7-ാം ദിവസം മരിക്കാൻ പോവല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, പ്രായോപവേശം അനുഷ്ഠിച്ച് കളയാം. പ്രായോപവേശം എന്ന എല്ലാവരും കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അനവധി കൊല്ലങ്ങളായി അന്ന് ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. പ്രായോപവേശം എന്നൊരു പേര് പറഞ്ഞപ്പോൾ അത് കൂടുതൽ വലിയ കാട്ടുതീ പോലെ എല്ലായിടത്തിലും പ്രചരിച്ചു. ദാ പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം അനുഷ്ഠിക്കാൻ പൂർത്തിയാക്കി. അദ്ദേഹം ഗംഗാനദീ തീരത്തിൽ ചെന്ന് ദർഭ വിരിച്ച് അതിൽ ഇരിപ്പായി. അപ്പോൾ ഈ വർത്തമാനം വല്ലാതെ പടർന്നു പിടിച്ചപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുഗമഹർഷിയുടെ ഉള്ളിലും കേട്ട് കാണും. അപ്പം അദ്ദേഹത്തിനും ഒരു ഉത്കണ്ഠ തോന്നി. എന്താണ് ഈ പ്രായോപവേശം, എന്താ ഈ പരീക്ഷിത് അനുഷ്ഠിക്കാൻ കാരണം, എന്തായാലും ഒന്ന് പൊയ്ക്കളയാം, പലരും ഉണ്ടാവും അവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നു. ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നൂല് വസ്ത്രമൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടിയാണ്. ആ ശുഗമഹർഷിയുടെ വരവിനെപ്പറ്റി ശ്രീമദ് ഭാഗവതം പറയുന്നത് വളരെ രസകരമായി വായിക്കാനുള്ളതും ഗ്രഹിക്കാനുമുള്ളതാണ്. കുറേ സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഇരിക്കുന്നിടത്ത് ചെന്നതോടുകൂടി രാജാവ് വരെ നീട്ട് നമസ്കരിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലായി, അവർ പിന്മാറി. പിന്നെയുള്ള ബന്ധങ്ങളെല്ലാം, വ്യവഹാരങ്ങളെല്ലാം ഈ ശുഗമഹർഷിയും പരീക്ഷിത്ത് മഹാരാജാവും അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്. ആസന്ന മരണനായ ഒരാൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ശ്രീമദ് ഭാഗവതത്തെ പറ്റി പറയാറുണ്ട്, മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന്. മരണത്തെ കീഴടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് മറുപടി പറയുന്നതാണ് വ്യാസദേവൻ്റെ ശ്രീമദ് ഭാഗവതം. എന്താ പരീക്ഷിത്ത് അവിടെ ഇരുന്ന് ചെയ്തത്? കേട്ടത് ഗ്രഹിച്ചു, ഗ്രഹിച്ചതിനെക്കുറിച്ച് ആലോചിച്ചു, ആലോചിച്ചത് ഉൾക്കൊണ്ടതിനെ സാക്ഷാത്കരിച്ചു. അതൊരു ഉൾധനമായി തീർന്നു. വേറെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. മലമൂത്ര വിസർജനത്തിന് പോലും പോകേണ്ട ആവശ്യമില്ല. അപ്പം അവിടെ ഇരിപ്പായി. 6 ദിവസമായി. 6 ദിവസമായപ്പോൾ തക്ഷകൻ വരേണ്ട സമയമായി. അതിനുള്ളിൽ ശുഗമഹർഷിയുടെ പറച്ചിലും ഏതാണ്ട് മുഴുവനായി. അദ്ദേഹം ശുഗമഹർഷിയെ വളരെയധികം കൃതജ്ഞതയോടുകൂടി അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞ് നമസ്കരിച്ചു. ഞാനിതാ മഹർഷിയെ എല്ലാറ്റിൽ നിന്നും പിൻവലിയാൻ പോവാണ്. ഞാൻ ഇന്ദ്രിയങ്ങളെ ഇതാ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു. മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു, ബുദ്ധിയെ മനസ്സിൽ നിന്ന് പിൻവലിക്കുന്നു. എന്നിട്ട് എൻ്റെ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ വിലയം കൊള്ളാൻ പോവുകയാണെന്നും പറഞ്ഞ് കണ്ണടച്ചങ്ങടാ പോയി. അതിന് ശേഷമാണ് തക്ഷകൻ വന്നതും കടിച്ചത്. ആ സമയത്ത് പരീക്ഷിത്ത് അവിടെ ഇല്ല. ആ കടി അനുഭവിക്കാനോ ആ കടിത്തീയിൽ നിന്നുണ്ടായ തീയിൽ ശരീരം ദഹിച്ച് വെണ്ണീറായതോ കാണാനോ കേൾക്കാനോ ഒന്നും പരീക്ഷിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ ശ്രീമദ് ഭാഗവതം മരണത്തെ കീഴടക്കുന്ന മഹാസ്ത്രമാണ് എന്നാണ് പറയുന്നത്. അത്ര വിശേഷപ്പെട്ടതാണ്. ഇതിൻ്റെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ 18,000 ശ്ലോകങ്ങളുണ്ടെന്ന് വയ്ക്കുക.
അപ്പോൾ ഏതാണ്ട് 1,00,000 പദങ്ങൾ അതിലുണ്ടാവും. ഈ പദങ്ങളിലെല്ലാം ഭക്തി 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 ഭക്തി, ഭഗവാൻ 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 എന്ന് 3 വാക്കോ 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൽ മനുഷ്യ ജീവിതത്തിനെ കുറിച്ചുള്ള സർവ്വവിധത്തിലുള്ള വിലയിരുത്തലും പരാമർശങ്ങളുമുണ്ട്. ശ്രീമദ് ഭാഗവതം നമ്മളിൽ പ്രചോദിപ്പിച്ച് നമ്മൾ ഈ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ എന്നാണ്. ഒരു ഭാഗത്ത് ഈശ്വരനോട് ഭക്തി, ഒപ്പത്തിനൊപ്പം ക്ഷണികങ്ങളായിരിക്കുന്ന ലോകവസ്തുക്കളോട് വിരക്തി. ഇത് രണ്ടും മനസ്സിന് വേണ്ടതുപോലെ അലങ്കരിച്ചു ധന്യമാക്കി എന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഉണ്ടാവുന്നതാണ് ഭഗവത് സാക്ഷാത്കാരം. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് ഉണ്ടാവുക. അതെങ്ങനെ ഉണ്ടാവുമെന്ന് ശ്രീമദ് ഭാഗവതം തന്നെ പറയണം. തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഘാസം. വിശക്കുന്നവൻ ഊണ് കഴിക്കുന്ന സമയത്ത് ഓരോ ഉരുള കഴിക്കും തോറും ഏതാണ്ടൊന്ന് ചവച്ച് കഴിക്കുകയാണെങ്കിൽ തുഷ്ടി, അതിൻ്റെ രസം നല്ല പോലെ അനുഭവിക്കാം. ശരീരത്തിന് പോഷണവുമാവും. ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ്, നാവിൽ നിന്നാണ്, പല്ലിൽ നിന്നാണ്, കുടലിൽ നിന്നാണ്, വയറ്റിൽ നിന്നാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഒരു ഭാഗത്ത് തുഷ്ടി മനസ്സിന്, പുഷ്ടി ശരീരത്തിന്, ക്ഷുതപായോനുഘാസം വിശപ്പ് മാറുന്നു. ഇത് 3 ഒരേ സമയം ഏകകാല. അതുപോലെയാണ് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഭക്തിയും വിരക്തിയും ഭഗവത് പ്രബോധവും കൂടി ഉണ്ടാവുന്നത് ഒരേപോലെ ഒരേ സമയത്തുണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രീമദ് ഭാഗവതം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കിത് 3 ഇല്ലാതെ കഴിയില്ല. അതിന് ചെയ്യേണ്ടത് എന്താ? ഇത് കേൾക്കണം. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ തച്ഛൃണ്വൻ. ആദ്യമായിട്ടൊരു പക്ഷേ നിങ്ങൾക്കെടുത്ത് വായിക്കാൻ പറ്റില്ല. അത് പറയണത് കേൾക്കാനേ പറ്റുള്ളൂ. കുറച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സ്വയം വായിക്കണം എന്നൊരു തോന്നലുണ്ടായേ തീരൂ. അപ്പോൾ എടുത്ത് വായിക്കാൻ തുടങ്ങാം. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. ആ വായിക്കുന്നതിലുള്ള പദങ്ങൾ, പ്രസ്താവനകൾ, സംവാദങ്ങൾ, സന്ദർഭങ്ങൾ, വിശേഷപ്പെട്ട വിവരണങ്ങൾ, തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം വിവരിച്ച് പറയുന്നതിൽ ശ്രദ്ധയുണ്ടായി. അത് എന്താ ഏതാ എവിടെയാ എത്രത്തോളം എങ്ങനെ എന്നുള്ള ആലോചനയൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഞാൻ പറയുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തെ അനുധാവനം ചെയ്യുന്നത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമാണ്. നിങ്ങൾ അവിടെ ഒരു മൂർത്തിയെ വെച്ച് പൂജിക്കണം എന്നില്ല. ഒരു പുഷ്പം എടുത്തിടേണ്ട ആവശ്യമില്ല. ഒരു വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല. എവിടെയാണ് ഈ വിളക്ക് കൊളുത്തുന്നത്? ഭഗവാൻ സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആളാണ്. അപ്പം നിങ്ങളുടെ വിളക്കിലുമുണ്ട്, നാളത്തിലുമുണ്ട്. എവിടെയാണ് കൊളുത്താൻ പറ്റുക? നമുക്ക് അടുത്ത് സാക്ഷാത്കരിക്കാനുള്ള ഒരിടം ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യത്തിന് നാം എന്ത് ചെയ്യാൻ പറ്റും? ആ ചൈതന്യത്തെ സമീപിക്കാനുള്ള വഴി മനസ്സിലുള്ള മനനവും ബുദ്ധിയിലുള്ള വിചാരവും ആലോചനയുമാണ്. അതാണ് പരീക്ഷത്തിന് സംഭവിച്ചത്. അതിൻ്റെ ഫലം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടു. അപ്പോൾ ഈ ഭാഗവതം അനുധാവനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു മനോബുദ്ധി അനുധാവനമാണെന്ന് മനസ്സിലാക്കി ശ്രീമദ് ഭാഗവതം കേൾക്കാൻ തുടങ്ങുക. കേട്ടതിന് ശേഷം വായിക്കാൻ തുടങ്ങുക. വായിച്ചതിന് ശേഷം അതിൽ നിങ്ങൾക്ക് പറ്റുന്നതായ ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്ത് അത് കൂടുതൽ വായിച്ച് കാണാപ്പാഠം പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുക. ഞാനൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിൽ ചുമരിലൊക്കെ എഴുതിയിട്ട് അടുക്കളയിൽ പോയാലും കാണണം, ഡ്രോയിങ് റൂമിൽ പോയാലും കാണണം, ബാത്റൂമിൽ വയ്ക്കണം എന്നില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് എഴുതി ഒട്ടിക്കാം. അത് മാറി 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 ഒട്ടിച്ച് പഠിക്കും. ഈ ശ്രീമദ് ഭാഗവതം എന്താ ഏതാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആദ്യത്തെ ശ്ലോകമാണ്. എന്താ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജന്മാദി അസ്യ.
ഇതെവിടുന്നാണ് എടുത്തത്? ബ്രഹ്മസൂത്രത്തിൽ നിന്ന് എടുത്തതാ. നാം ഈ ജീവിക്കുന്ന ലോകമുണ്ടല്ലോ, ഈ പ്രപഞ്ചം, ഈ വിശ്വകോശം, ഇതിൻ്റെ ജന്മം എവിടുന്നാ? ഇന്നേ വരെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, വിഷയശാസ്ത്രജ്ഞന്മാർക്ക്. എന്നാൽ ശ്രീമദ് ഭാഗവതം പറയുന്നു, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ വസ്തുതയാണെന്ന്. നാം നിലനിൽക്കുന്നത്, നമ്മൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം എവിടുന്ന്, നിലനിൽപ്പ് എവിടെ, അതിൻ്റെ പര്യവസാനം എവിടെ, ഇത് മൂന്നിനെയും കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നതെന്ന് വളരെ വ്യക്തമാണല്ലോ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാ. അവസാനം അവർ പറയണത് എന്താ? തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ. കേൾക്കണില്ല. ഈ ത്രിഗുണമയമായ ഈ സൃഷ്ടിയുണ്ടല്ലോ, നിങ്ങൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം, ഇത് വാസ്തവത്തിലുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ട. ത്രിസർഗോ മൃഷാ. ഇത് വെറും നുണയാണ്, മിഥ്യയാണ്. ഇതിന് പ്രാതിഭാസികത്വം മാത്രമേ ഉള്ളൂ, പാരമാർത്ഥികത്വമില്ല. അപ്പം ചിലർ പറയും അവിടെ ഒരു അവഗ്രഹം ഇട്ടിട്ട് അമൃഷാന്നാണെന്ന്. അങ്ങനെ ഒന്നും വളച്ചൊടിക്കണ്ട. മൃഷ എന്ന് കൃഷ്ണൻ ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം പറഞ്ഞിട്ടില്ലേ? യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എന്താ നിങ്ങൾ മിണ്ടാതെ? പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? മൃഷ തന്നെ അത്. അവിടെ അവഗ്രഹം കൊണ്ടിടണം. അവഗ്രഹം കൊണ്ടിട്ടാൽ സമ്മതിക്കൂല. അപ്പം നിങ്ങൾ എന്ത് വേണം? സത്യം പരം ധീമഹി. ഈ പ്രപഞ്ചം മൃഷയാണെങ്കിൽ ആ മൃഷ നിലനിൽക്കാനായിട്ടൊരു സത്യം എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ആ സത്യം എവിടെയാ? അത് നിങ്ങളുടെ ഉള്ളിലാണ്. ഉള്ളിലെങ്ങനെ? ഞാൻ എന്ന് പറയുന്ന ആ പ്രത്യയത്തിന് നിദാനമായിരിക്കുന്ന ഉൾസാന്നിധ്യമാണ് സത്യം. ആ സത്യത്തെ നിങ്ങൾ എന്ത് വേണം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കാനേ പറ്റുള്ളൂ. സത്യം പരം ധീമഹി. അങ്ങനെ എല്ലാവരെ കൊണ്ടും പരമമായ സത്യത്തെ ബുദ്ധിയിൽ ആലോചനാരൂപത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഹിത ആണ് ഈ ശ്രീമദ് ഭാഗവതം. ഇതിൽ ആദ്യത്തെ ശ്ലോകം അങ്ങനെയായി. രണ്ടാമത്തെ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാ. എന്താ അവിടെ പറയണത്? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഈ ലോകത്തിൽ പണക്കാരനോ പിച്ചക്കാരനോ ബുദ്ധിമാനോ അജ്ഞനോ പാപ്പരനോ ആരുണ്ടോ, അവർക്കെല്ലാവർക്കും ഒരുപോലെ ഈ ലോകം താപത്രയം രചിക്കുന്നതാണ്. താപത്രയം രചിക്കുന്നതാണ്. അതിലൊരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ആ താപത്രയത്തെ ഉന്മൂലനം ചെയ്യാനുള്ള വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. അതിനെ ഉന്മൂലനം ചെയ്യാൻ അറിവ് മാത്രമേ പ്രയോജനപ്പെടുള്ളൂ. എന്തിനെ അറിയേണ്ടത്? വാസ്തവത്തിനെ അറിയണം. ആ വാസ്തവ ബോധമുണ്ടല്ലോ, അറിവ്, സാക്ഷാത്കാരം, അതിന് മാത്രമേ ഈ താപത്രയത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നതിലാണ് ഭൂമാനന്ദ സ്വാമിക്ക് കുറച്ച് സംശയം. എന്താണ്? ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. മത്സരബുദ്ധിയൊന്നുമില്ലാതെ
വളരെ ശ്രദ്ധയോടും ഭക്തിയോടും നല്ല താതാത്മ്യത്തോടും കൂടി ഈ ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്കുണ്ടാകുന്ന നേട്ടം ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ അവരോധിക്കാമെന്ന് പിടിച്ചങ്ങോട്ട് കെട്ടാം. ഈ ശ്രീമദ് ഭാഗവതം ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിക്കുന്നതാണ്. ശ്രീമദ് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നവർ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന പക്ഷം എനിക്ക് വലിയ വിഷമമാണ്. അതുമാത്രമാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. അത് ചെയ്യണമുണ്ട്, ചെയ്യിക്കണമുണ്ട്, എല്ലാവർക്കുമാകാം. അതല്ലേ പരീക്ഷത്തിന് സംഭവിച്ചത്. ഇതിലൊരു സംഗതി പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. അവിടെയാണ് ഭൂമാനന്ദ സ്വാമിക്ക് സംശയം. മഹാമുനി രചിച്ച ഈ ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ മറ്റ് ശാസ്ത്രങ്ങൾ എന്തിന് ഇങ്ങനെ ഒരു വാക്ക് ഉദാരമതിയായിരിക്കുന്ന വ്യാസദേവൻ പറയുമോ എന്നാണ് എനിക്ക് സംശയം. അപ്പോൾ അത് ഒറിജിനൽ ശ്രീമദ് ഭാഗവതത്തിൽ പെട്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഈ ശാസ്ത്രമുള്ളപ്പോൾ മറ്റുള്ള ശാസ്ത്രം എന്തിന് എന്ന് ഒരു ഗ്രന്ഥകാരൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് തോന്നണില്ല അതൊരു പക്വമതിയുടെ ചിന്തയാണെന്ന്. അപ്പം ഈ ശ്ലോകം വേദവ്യാസൻ എഴുതിയതാണെന്ന് എനിക്ക് തോന്നണില്ല. അടുത്ത ശ്ലോകോ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദഭൃതദ്രവ സംയുതം. അതെങ്ങനെയാണ് വ്യാസദേവൻ എഴുതുക? വ്യാസദേവൻ ഇത് എഴുതി അതിന് ശേഷമാണല്ലോ ശുഖമഹർഷി ഇത് പറഞ്ഞ് ബാക്കിയുള്ളവരെ കേൾപ്പിച്ചത്. അപ്പോൾ ശുഖമഹർഷിയുടെ മുഖത്തിൽ നിന്ന് വന്ന അമൃതാണ് എന്ന് വ്യാസദേവൻ പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഈ രണ്ട് ശ്ലോകവും എൻ്റെ അഭിപ്രായത്തിൽ ശ്രീമദ് ഭാഗവതം ഒറിജിനലായിട്ട് എഴുതിയ സമയത്ത് വ്യാസരചനയിൽപ്പെട്ടതല്ല. എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് മാത്രം. ഇതൊരു വിചാരസത്രമാണല്ലോ, എല്ലാവർക്കും ആലോചിക്കാം. നമുക്ക് ഈ ഭഗവാനെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറയാലോ. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിന്മഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അങ്ങനെയാണല്ലോ പറയണത്. ആർക്കെന്ത് വേണമെങ്കിൽ പറയാം. ശ്രീമദ് ഭാഗവതം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രീമദ് ഭാഗവതത്തെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതത്തെ വേണ്ടതുപോലെ വായിച്ചോ വായിക്കാതെയോ മനസ്സിലാക്കി അതിലുള്ള ആശയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്നതാണ് ഈ നിത്യജീവിതത്തിൽ. ഭാഗവതം അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നടന്നാൽ അതാവില്ല. അത് വായിച്ച് മനസ്സിലാക്കി അതിലുള്ള ആശയങ്ങളും അതിലുള്ള പ്രസ്താവനകളും സംവാദങ്ങളും സന്ദർഭങ്ങളും അവതരണങ്ങളും എല്ലാം ആലോചിക്കാൻ വിഷയമാക്കി തീർക്കണം. 10ാമത്തെ സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം, വളർച്ച, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോയിറ്റ്സ് ആൻഡ് എക്സലൻസസ് എല്ലാം ഉള്ളത്. അത് കഴിഞ്ഞ് 11ാമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് മുക്തിസ്കന്ധം എന്നാണ് പറയുക. ഞാൻ ഈ കേരളത്തിൽ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ മുക്തിസ്കന്ധം എന്നാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ പേര്. അത് വായിച്ചാലാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാവുക. ഭക്തിയുടെ പേരിലും ഭഗവാന്റെ പേരിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ളതൊക്കെ അവിടെയാണ്. അതിൽ കൃഷ്ണൻ നേരിട്ട് ഉദ്ധവനോട് ദ്വാരകയിലിരുന്ന് ശാന്തഗംഭീരമായി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രീകൃഷ്ണൻ 125 കൊല്ലം ജീവിച്ചു എന്നാണ് പറയണത്. സാധാരണ പുരുഷായുസ് 120 ഒരു 5 കൂടി. നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്താ? 60-നപ്പുറം പിറുപിറുപ്പ് എന്ന് പറയും. അങ്ങനെ ഒരു പിറുപിറുപ്പും ഇല്ലാതെ 125 കൊല്ലമായി. പിന്നെയും പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്താ കാരണം? എന്തിനാ പോണേ? സുഖമായിട്ട് കഴിയണു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബ്രഹ്മാവ് തന്നെ വന്നു. എന്നിട്ടൊരു മെമ്മറാൻഡം സബ്മിറ്റ് ചെയ്തു. അങ്ങ് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം നിറവേറ്റി, ഇനി മടങ്ങി വരണേ. അങ്ങ് ഇരുന്ന കസേരയിലിരിക്കാൻ ആരുമില്ല. ഓഹോ, അങ്ങനെയാ, ആയിക്കളയാം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞു, മടങ്ങി വരാം. പക്ഷെ ഒരു കാര്യം ബാക്കിയുണ്ട്. അതെന്താ? ഞാൻ ജനിച്ച വൃഷ്ണികുലമുണ്ടല്ലോ, അത് എൻ്റെ ജന്മത്താലും പ്രഭാവത്താലും നേട്ടങ്ങളാലും
വളരെ ഗർവിഷ്ഠരായിരിക്കുക. അവരുടെ ആ ഗർവിൻ്റെ മുൻപിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനുള്ളപ്പോൾ ഞാൻ പറയണത് കേൾക്കും, കൂടാതെ കഴിയില്ല. ഞാൻ പോയിക്കഴിഞ്ഞാൽ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രം പോലെ സമാജത്തിനെ മുഴുവൻ അവർ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ ഉള്ളിൽ തന്നെ തമ്മിത്തല്ലുണ്ടാക്കി അവരെ നശിപ്പിച്ചതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, ഇല്ല. തൻ്റെ ജന്മം കൊണ്ട് തൻ്റെ കുലം തന്നെ തകരാറായിരിക്കണു എന്നുള്ളൊരു നില വന്നപ്പോൾ ആ കുലത്തിനെ നശിപ്പിച്ചു വരാം എന്ന് പറഞ്ഞ ഒരു പൂർണ്ണാവതാരമാണ് കൃഷ്ണ പരമാത്മാവ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ചിലപ്പോൾ ധാരാളം പണം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു പോകാറുണ്ട്. പക്ഷെ കുട്ടികൾ ആ പണം വേണ്ടതുപോലെ ഉപയോഗിക്കുകയോ അതോ തകരാറ് ചെയ്യുമോ എന്ന് ആലോചിച്ച് അതിന് വേണ്ട നിഷ്കർഷയോ നടപടിയോ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? സാധിക്കുമോ? അങ്ങനെ ഒരു ആലോചന വരുമോ? ഈ ഗൃഹസ്ഥന്മാരുടെ മനസ്സുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ട മനസ്സാപ്പാ. എൻ്റെ അപ്പ ലോകത്തിലെ എല്ലാ കാലത്തും 99.999 റെക്കറിങ് പേഴ്സൻ്റ് ഗൃഹസ്ഥന്മാരാണ്. ഒരാൾക്ക് ഒരു കുട്ടിയുള്ളൂ, തൻ്റെ സഹോദരന് 2 കുട്ടികളുണ്ട്, തൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ട്. സഹോദരൻ അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ആ പണം മുഴുവനും എഴുതി വയ്ക്കുന്ന സമയത്ത് തൻ്റെ ഏകപുത്രനെ എല്ലാം എഴുതി വെച്ച് പോകുന്ന വിശേഷപ്പെട്ട ആൾക്കാരാണ് ഈ ഗൃഹസ്ഥന്മാർ. അതിൽ നിന്നൊരു 5 കോടിയെങ്കിലും സഹോദരൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൂടെപ്പാ? തോന്നില്ല. മുഴുവൻ അങ്ങോട്ട് എഴുതി കൊടുക്കും. സഹോദരൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒരമ്മയുടെ ഗർഭത്തിൽ ജനിച്ച് ഒരേ അമ്മിഞ്ഞ് കുടിച്ചു വളർന്നവരാ. ആ വിചാരമൊക്കെ പോയി തനിക്ക് കുട്ടിയുണ്ടായപ്പോൾ. ഇങ്ങനെയുള്ള ഗൃഹസ്ഥന്മാരാ. അപ്പം നിങ്ങൾ നല്ല പോലെ ആലോചിക്കണം, കൃഷ്ണപരമാത്മാവ് നമ്മളോട് എന്ത് പറയണമെന്ന്. അദ്ദേഹം പറയുന്നത് എന്താ? എൻ്റെ കുലം ഗർവിഷ്ഠരായി ഞാനുള്ളപ്പോൾ അവരെ തടുത്തു നിർത്താൻ പറ്റും, ഞാൻ പോയാൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവരെ തമ്മി തല്ലി തകരാറിലാക്കി കൊന്നുകളയാം. അവസാനം കൃഷ്ണൻ പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ആരും പറയാറില്ല സ്വതവേ. ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ. ഇവരെല്ലാവരും കൂടി പോയി മദ്യം കഴിച്ച് തമ്മിത്തല്ലാൻ തുടങ്ങി. തമ്മിത്തല്ല് മൂത്തപ്പോൾ കൃഷ്ണൻ അവിടെ ചെന്നു ഒന്ന് മാറ്റി നിർത്താൻ നോക്കിയപ്പോൾ കൃഷ്ണനെയും പൊതിരെ തല്ലി. കൃഷ്ണനെ പൊതിരെ തല്ലിയപ്പോൾ ഇനി ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പൊയ്ക്കളയാമെന്ന് പറഞ്ഞിട്ടാണ് മരത്തിൽ പോയി ചാരിയിരുന്ന് പോയത്. ഇതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മുൻകരുതലിനെ കുറിച്ച് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമ്മുടെ ഉദ്ധവൻ കൃഷ്ണൻ മടങ്ങിപ്പോണു എന്നുള്ള വർത്തമാനം അറിഞ്ഞു കാണുമല്ലോ. വിശ്വസ്തനാണ്, അടുത്തുള്ളവനാണ്. അപ്പം ആരും ഇല്ലാത്ത സമയത്ത് കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മഹാപ്രഭോ അങ്ങ് പോവാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഒരിക്കലും പിൻവലിക്കാൻ പറ്റില്ല, ആർക്കും തടുക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങേ പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വലിയ കേവലൊന്നുമല്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അങ്ങയെ സേവിച്ചു കൊണ്ട് കൂടുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഞാൻ കഷ്ടത്തിലാവും. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. 1/2 സെക്കൻഡ് പോലും അങ്ങയുടെ പാദങ്ങൾ വിട്ടിരിക്കാൻ ഈ ഉദ്ധവന് സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് പോണ കാര്യം ഞാൻ കേട്ടു, മനസ്സിലായി, പോകും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പോകരുതെന്നൊന്നും പറയുന്നില്ല. അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണമെന്നാ. ഇതെവിടെയെങ്കിലും സാധിക്കുമോ? ഇരട്ട പ്രസവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ മരിക്കുമ്പോഴോ ഞാൻ മരിക്കാൻ പോവാ താനും വരിക എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവോ? പൂന്താനം ഒരാളോട് തേരിൽ കയറാൻ വരാൻ പറഞ്ഞപ്പോൾ ഭാര്യയും കുട്ടികളും പോയി ചെന്നില്ല അത്രേ. അങ്ങ് തന്നെ പൊക്കോളൂ തേരില്ലെന്നാണ് പറഞ്ഞത്. കുടുംബക്കാരും പോയില്ല. എന്ത് ഭാര്യ ഭർത്തൃത്വപ്പാ, എന്ത് ദാമ്പത്യ! ഞാൻ പലപ്പോഴും അതിശയിക്കും. നിങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ പെട്ടവരാന്നുള്ളത് നല്ല പോലെ ഓർമ്മ വെച്ചോളൂ. അവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അത്ര. ഞാൻ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെയും കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയണത്. അപ്പം നമ്മുടെ ഈ ഗൃഹസ്ഥ ജീവിതം ഉണ്ടല്ലോ, വലിയ പൊള്ളത്തരാതിൽ കാതലെന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ ഈ ഗൃഹസ്ഥന്മാരാണല്ലോ എല്ലാവരെയും പ്രസവിക്കുന്നത്. ഞാനടക്കം ഗൃഹസ്ഥന്മാരിൽ നിന്ന് ജനിച്ചവരല്ലേ, അതിൽ നല്ലവരുമുണ്ട്. അവർക്ക് നന്മ വന്ന് അവർ പ്രസവിച്ച് നല്ല കുട്ടികൾ ഉണ്ടായവരാണ് ഈ സന്യാസിമാരൊക്കെ. ആ അമ്മിഞ്ഞ കുടിച്ചിട്ട് കിട്ടിയ ബുദ്ധിയാണ് സന്യാസ ബുദ്ധി. അവർ അപൂർവമായിട്ട് ചില നല്ലവരുണ്ടാവും.
അത് നിങ്ങളൊക്കെ അങ്ങനെ ഉള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉദ്ധവനോട് കൃഷ്ണൻ എന്ത് ചെയ്തു? ഓ, അങ്ങനെയാ ഉദ്ധവൻ പറയണത്. വളരെ വിശ്വസ്തനാണ്, മന്ത്രിയുമാണ്, ഉപദേഷ്ടാവുമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്നതിന് മുമ്പ് ഉദ്ധവൻ തന്നെയാ പോയി കളയൂ. അപ്പം പിന്നെ വിഷമം എനിക്കായല്ലോ. ഉദ്ധവൻ പോയി കളയൂ, ബദരികാശ്രമത്തിലേക്ക് ചെല്ലൂ, നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ താമസിക്കൂ, അളകനന്ദയിൽ കുളിക്കൂ, ആ ഹിമാലയത്തിലുള്ള ശീത വായു തട്ടട്ടെ, എന്നെ എല്ലാ ദിക്കിലും കണ്ടുകൊണ്ട് ജീവിക്കൂ. ജനിച്ചതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കാലത്തിൻ്റെ പ്രയാണത്തിൽ സംഭവിക്കുന്നതാണ് ജന്മവും മരണവുമെല്ലാം. അതിൽ നമുക്ക് ഒരു പങ്കുമില്ല. അത് സമയത്തിൻ്റെ പരിധിയിൽ അങ്ങോട്ട് വിട്ട് മിണ്ടാൻ്റെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞു. അതെങ്ങനെയാ പോകാൻ പറ്റണ്ടേ? അങ്ങ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നവനാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ അതിന് കാരണം? സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ. ഈ ശരീരത്തോട് ഞാൻ എന്നൊരു പ്രതീതിയും ശരീരത്തിന് വേണ്ട വിഭവങ്ങളോടും ബന്ധുക്കളോടുമെല്ലാം എൻ്റേത് എന്നുള്ള തോന്നലുമുണ്ട്. ഈ രണ്ട് തോന്നലും ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കൂട്ടരെയും ആൾക്കാരെയും ദ്വാരയെയും ഒക്കെ വിട്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ എനിക്ക് വേണ്ടത്ര ഉപദേശം തരണം. അങ്ങേപ്പോലെ ഒരു ഉപദേഷ്ടാവിനെ അവരൊരിക്കലും കാണില്ല. ബ്രഹ്മാവ് പോലും ബഹിരർത്ഥഭാവ, സാധ്യമല്ല. അതുകൊണ്ട് എന്നെ ഉപദേശിച്ച് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് അങ്ങ് പറഞ്ഞ വാക്ക് അനുസരിക്കത്തക്ക വിധത്തിൽ എന്നെ പ്രബുദ്ധനാക്കി ആത്മബലം തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ പടക്കളത്തിൽ വെച്ച് 700 ശ്ലോകങ്ങളുള്ള ഗീത ഉപദേശിച്ച് പടക്കളത്തിൽ നിന്ന് പോണു എന്ന് പറഞ്ഞ അർജുനനെ പോകാതെ അവിടെ പിടിച്ച് നിർത്തി 18 ദിവസം യുദ്ധം ചെയ്യിച്ച് ആ ദൗത്യം പൂർണ്ണമാക്കി അതേ കൃഷ്ണപരമാത്മാ ഉദ്ധവനെ നോക്കി 1000 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ആ ശ്ലോകങ്ങൾ കേട്ടതോടുകൂടി ഉദ്ധവന് വേണ്ടത്ര അനുഭവവും അറിവും വിവേകവും ധൈര്യവും ആത്മബലവും സ്ഥിരതയും സന്നദ്ധതയും എല്ലാം ഉണ്ടായി. ഞാൻ പോകാം, എനിക്ക് അങ്ങയുടെ കാലടികൾ മാത്രമേ വേണ്ടൂ, കാലടികളല്ല മെതിയടികൾ മാത്രമേ വേണ്ടൂ. അത് തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി നമസ്കരിച്ചതിന് ശേഷം അങ്ങനെ പോയി. ഭക്തന്മാർ പറയണത് ഉദ്ധവൻ ഇപ്പോഴും ബദരികാശ്രമത്തിലുണ്ട് എന്നാണ്. കൃഷ്ണൻ്റെ ഈ ഉപദേശമാണ് പ്രധാനം മുക്തിസ്കന്ധത്തിൽ, ഏകാദശ സ്കന്ധത്തിൽ. പക്ഷെ അതിന് മുൻപിൽ മനുഷ്യരുടെ അറിവിന് വേണ്ടി വ്യാസദേവൻ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംവാദമാണ് നിമിയോഗി സംവാദം. നിമി ചക്രവർത്തിയും യോഗികളും തമ്മിലുള്ള ഒരു സംവാദം. നിമി വലിയ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുക. യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നതും അനുശാസിക്കുന്നതുമായ കർമ്മവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് യാഗം. ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 9 യോഗികൾ ഒന്നും പറയാതെ പെട്ടെന്ന് കയറി വന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ആ യോഗികളെന്ന് ഇങ്ങോട്ട് വരണ കണ്ടപ്പോൾ നിമിചക്രവർത്തി യാഗം നിർത്തി. കേട്ടു ഞാൻ പറയണത്? നിർത്തി അവിടുന്ന് എണീറ്റു. അദ്ദേഹം എണീറ്റപ്പോൾ പിന്നെ ഋത്വിക്കുകൾ എന്താ ചെയ്യുക? അവർ എണീറ്റു. വന്നവനെ സ്വാഗതം ചെയ്ത് പിടിച്ചിരുത്തി ദാഹത്തിനുള്ളതെല്ലാം കൊടുത്ത് ഇരുത്തിയതിന് ശേഷം നിമിചക്രവർത്തി അവിടെ ഇരുന്നു, ചമ്രം പടിഞ്ഞ് ഋത്വിക്കുകൾ പിന്നിലൂരുന്ന്. എന്നിട്ടൊരു ചോദ്യമാണ്. എന്താ ചോദ്യം? എനിക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരണം എന്ന്. ഭാഗവത ധർമ്മങ്ങൾ എന്താ? ഈ ഭാഗവത ശബ്ദത്തിന് അർത്ഥം ആരാണോ തന്നെ ഭഗവാന്റേത് എന്ന് പരിഗണിക്കുന്നത് ആ ആൾ ഭഗവാനാണ്. നിങ്ങൾ ആരെങ്കിലും ഈ സദസ്സിൽ എണീറ്റ് നിന്ന് പറയാൻ ഒരുക്കണ്ടോ ഞാൻ ഈശ്വരൻ്റെ ആണ്? എത്ര വയസ്സായി നിങ്ങൾക്ക്? നിങ്ങൾ പറയും ഈ ലോകം ഈശ്വരൻ്റെ ആണെന്ന്.
പക്ഷേ ലോകത്തിൽപ്പെട്ട ഞാൻ അങ്ങനെയല്ല. ഒന്നിലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ഈശ്വരൻ്റെ ആണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വരില്ല. ആരുടെ മനസ്സിൽ അത് ഉദിക്കുന്നുവോ അതാണ് ആ ആളാണ് ഭഗവാൻ. ആ ഭാഗവത ധർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെവരുടെ സ്വഭാവം ലക്ഷണങ്ങൾ എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അതിൽ അർച്ചായാം ഏവഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ നതദ്ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിലൊരു യോഗി പറയുക, ഓരോരുത്തർ പറയാണ്, അർച്ചായാം ഏവഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ നതദ്ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. ഞാനിത് എപ്പോഴാണ് വായിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വായിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറയും, അമാവാസി ദിവസം ആകാശത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചാൽ എന്തായിരിക്കുമോ സ്ഥിതി, അതേപോലെയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നണതാണ്. സ ഭക്ത പ്രാകൃത സ്മൃത. ആ ഭക്തൻ പ്രാകൃതനാണെന്ന്. അവൻ സംസ്കൃതനല്ല, സംസ്കാരസമ്പന്നനല്ല, പ്രാകൃതനാണ്. ആര്? അർച്ചായാം ഏവഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ. കയ്യിലൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പൂജിക്കും. ഇന്ന് പൂജിച്ച പൂക്കളൊക്കെ നാളെ എടുത്തിടും. ആ പൂക്കൾക്ക് ചെടിയിൽ നിൽക്കാൻ അനുവാദം കൊടുക്കില്ല. അവിടെ നിന്ന് പറിച്ചെടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കും, പിറ്റേ ദിവസം എടുത്ത്. അങ്ങനെ ഈ വിഗ്രഹത്തിൽ മാത്രമാണ് ഭഗവാനുള്ള പൂജ, ശ്രീഹരിക്കുള്ള പൂജ. നതത് ഭക്തേഷു ചാന്യേഷു. ഈ ഈശ്വരൻ്റെ ഭക്തന്മാരെ, ഭാഗവതന്മാർ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അവരെ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് വന്ന് കുറച്ച് ഒരു ദിവസം താമസിക്കൂ, എന്തെങ്കിലും 4 വാക്ക് പറയൂ, ഈശ്വരനെ പറ്റി ഞാൻ ജപിക്കാറുണ്ട്, പറയാറുണ്ട്, എനിക്ക് അറിയില്ല എന്ന് പറയാൻ തോന്നില്ല അത്രേ. ഞാനും എൻ്റെ പൂജയും, ഞാനും എൻ്റെ മൂർത്തിയും, ഞാനും എൻ്റെ ബിംബവും എന്ന് എങ്ങും വ്യാപിച്ചിരിക്കുന്ന ശ്രീഹരിക്കുള്ള പൂജ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എങ്ങും വ്യാപിച്ചിരിക്കുന്ന ശ്രീഹരിക്കുള്ള പൂജ, എൻ്റെ ഉൾ സാന്നിധ്യമായി പരിലസിക്കുന്ന ശ്രീഹരിക്കുള്ള പൂജ ദാ ഈ വിഗ്രഹത്തിലോ പടത്തിലോ മാത്രം എന്ന് വിചാരിക്കുന്നവനുണ്ടല്ലോ, ആ ഭക്തൻ പ്രാകൃതനാണ്. എവിടെ പോയി കാര്യങ്ങൾ? ഇതാണ് ശ്രീമദ് ഭാഗവതം. ഇതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ പിന്നെ പ്രാകൃതനല്ലാത്ത സംസ്കൃത ഭക്തനാരാ? ഈശ്വരേ തദഹീനേഷു ബാലിശേഷു ദ്വിഷത്സുജ പ്രേമമൈത്രീ കൃപോപേക്ഷ യഃ കരോതി സമധ്യമഃ. ആ 2ാം നിലവാരത്തിലുള്ള മധ്യമഭക്തനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ മനസ്സിൽ വിചാരവും ബുദ്ധിയിൽ ആലോചനയും തുടങ്ങി. അദ്ദേഹം പറയാണ്, ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷത്സുജ. ഈശ്വരനോട് മനസ്സിൽ പ്രേമം മാത്രമേ തോന്നുന്നുള്ളൂ. നിങ്ങൾ കേൾക്കണ്ടാവോ ഞാൻ പറയണത്? ഈശ്വരനോട് നിങ്ങൾക്ക് സ്നേഹം മാത്രമേ തോന്നുന്നുണ്ടൂ. നിങ്ങളുടെ പഞ്ചസാര പായസം വേണ്ട. അദ്ദേഹത്തിന് വായില്ല, വയറില്ല, വിശപ്പില്ല, സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. പായസം എന്നും നൈവേദിച്ചിട്ട് പിന്നെ എന്താ ചെയ്യണേ? നിങ്ങൾ എടുത്തുകൊണ്ട് പോവും. ഇനി അദ്ദേഹം ഈശ്വരൻ എങ്ങാനും ഊണ് കഴിക്കാൻ തുടങ്ങിയാൽ ആരും നൈവേദിക്കൂല. നൈവേദ്യം നിൽക്കും അവിടെ. അത് തിരിച്ചു കിട്ടുന്നതുകൊണ്ടാണ് കൊടുക്കണത്. അപ്പം ഈശ്വരേ തദധീനേഷു, ഈശ്വരനോട് സ്നേഹം മാത്രം. തദധീനേഷു, നിങ്ങൾക്കൊക്കെ എങ്ങനെയാ? ഈശ്വരനെ പൂജിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു, കൊണ്ടാടുന്നു. സ്നേഹം നിങ്ങൾ തന്നെ പറയണം. ജനിച്ച കുട്ടികളിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളോട്, ഇങ്ങനെയുള്ള സാധനങ്ങളോടാണ്. ഈശ്വരനോട് സ്നേഹം ആർക്കുമില്ല. അതാണ് ആവശ്യം. ആ ഈശ്വര ഭക്തന്മാരിലോ തദധീനേഷു, അവരോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം. അവരെ വിളിക്കണം, ഇടയ്ക്കൊന്ന് വരാൻ പറയുക, സംസാരിക്കുക. അങ്ങനെ കൂട്ടത്തിൽ സംസാരിച്ചാൽ ചിലരൊക്കെ പറഞ്ഞു തരും, കേൾക്കാം. ബാലിശേഷു, ഈ ഭക്തിയെ കണ്ടാൽ അപഹസിച്ച് അപമാനിച്ച് ധിക്കരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് കൃപ തോന്നണം, ദേഷ്യം തോന്നരുത്.
ദുഷസ്സുജ, ശത്രുക്കളോട് ഉപേക്ഷ. ഇങ്ങനെ 4 മനോഭാവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭക്തി എന്തായി? മനസ്സിലായി. എന്താ? ഈശ്വരനോട് സ്നേഹം, ഈശ്വര ഭക്തന്മാരിൽ മൈത്രി, ബാലിശന്മാരിൽ കൃപ, ശത്രുക്കളിൽ ഉപേക്ഷ. യഹ് കരോതി സമധ്യമ. ഈ 4 മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ എപ്പോഴും വളർത്തിയെടുക്കാം. അതിന് പൂജാറൂം വേണ്ട, മൂർത്തി വേണ്ട, പൂജ വേണ്ട, ഒന്നും വേണ്ട. അപ്പം പിന്നെ ഇത് സഭക്ത മധ്യമനാണ്. അവന് ഉത്തമ ഭക്തനാരാപ്പ? ഗൃഹീത്വാഭീന്ദ്രിയൈരർത്ഥാൻ യോനദ്വേഷ്ടിന കൃഷ്യതി വിഷ്ണോർമായാമിതം പശ്യൻ സവൈ ഭാഗവതോത്തമ. ഉത്തമ ഭാഗവതൻ ആരാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിൽ ഇന്ദ്രിയങ്ങളോട് കൂടിയാണ് നമ്മുടെ ശരീരം. ഇത് ജീവിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള വിഷമങ്ങളും നമുക്ക് വരും. മനസ്സ് സദാ രാഗം, ദ്വേഷം, കാമം, ക്രോധം, വേണം വേണ്ട, ഇഷ്ടം അനിഷ്ടം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വൈപരീത്യങ്ങൾ നമ്മുടെ മനസ്സിനെ തീണ്ടാതെ ഇരിക്കണം. യോനദ്വേഷ്ടിന ഹൃഷ്യതി. ആരോടും ദ്വേഷം തോന്നരുത്. പ്രത്യേകിച്ചും സന്തോഷവും ഒരു കാലത്തും വേണ്ട. ഒരു സമബുദ്ധിയോടുകൂടി കഴിയാൻ പറ്റണം. എങ്ങനെ? വിഷ്ണോർമായാമിതം പശ്യൻ. എല്ലാം വിഷ്ണുവിൻ്റെ മായാവിലാസമാണ് എന്ന് വിചാരിച്ച് സമബുദ്ധിയോടുകൂടി കഴിയുന്നവൻ ആരാ? അത് കുറച്ചും കൂടി വിശദമാക്കി പറയാണ്. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യകൗഘനാശ പ്രണയരശനയ ഹൃദാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. നിങ്ങൾ ഈ ശ്ലോകം ഒന്ന് പഠിക്കുമോ കൂട്ടരെ? ഞാൻ എന്താ വേണ്ടതെന്ന് പറയൂ. ഈ ഒരു ശ്ലോകം എല്ലാവരുടെ ഭക്തന്മാരുടെ ഗൃഹത്തിലും ഉണ്ടാവട്ടെ. ഇത് വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ. ആരുടെ ഹൃദയത്തെയാണോ ശ്രീഹരി വിടാതെ ഇരിക്കുന്നത്, ശ്രീഹരി വിടാതെ ഇരിക്കണം. ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതിനെന്ത് വേണം? ശ്രീഹരിയെ പിടിച്ച് കെട്ടണം. എങ്ങനെയാ കെട്ടുക? അങ്ങാടിയിൽ പോയിട്ട് കയറ് മേടിച്ചിട്ടോ അല്ല. പ്രണയരശനയ ധൃതാംഘ്രിപത്മ. കാലടികളെ പ്രണയം സ്നേഹം എന്ന് പറയുന്ന രശന കൊണ്ട്, കയറുകൊണ്ട് കാലടി വരിഞ്ഞങ്ങോട്ട് കെട്ടുക. മനസ്സ് കയ്യിലുണ്ടല്ലോ. ആ മനസ്സിലുള്ള സ്നേഹം ഭഗവാനോട് ജനിപ്പിച്ച് അതിനെ ഒരു കയറാക്കി കാലടി വരിഞ്ഞ് കെട്ടുക. എത്ര വേണമെങ്കിൽ വരിഞ്ഞോളൂ. യശോദയ്ക്ക് പറ്റിയ തെറ്റെന്താ? അരയിൽ കെട്ടി സുഖമായിട്ട് ഒരലും കൊണ്ട് നടന്നു. 2 മരങ്ങളെ വീഴ്ത്തി. അപ്പം അങ്ങനെ അല്ലാതെ പ്രണയരശനയാ ധൃതാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. ആ ഭക്തനാണ് ഭാഗവതന്മാരിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടവൻ. ഇനി കൃഷ്ണൻ ഉദ്ധവനോട് നേരിട്ട് നോക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാം. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഉദ്ധവ, നല്ലോണം കേട്ടോളൂ. എനിക്ക് പൂർണ്ണമായി മനസ്സർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തൻ ഉണ്ടല്ലോ, ആ ഭക്തൻ മൈ അർപ്പിത ആത്മേച്ഛതി മദ്വിനാന്യത്. ഞാൻ ഒഴികെ ഒന്നും അവൻ ആവശ്യപ്പെടില്ല. ഒന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഇതാ പറയാ നിഷേധ രൂപത്തിൽ. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം. ബ്രഹ്മാവിൻ്റെ ലോകം, പ്രജാപതി ലോകം, ഇന്ദ്രൻ്റെ പദവി. ന സാർവഭൗമം, ലോകത്തിൽ ചക്രവർത്തിയായിട്ടിരിക്കൽ. ന രസാധിപത്യം, പാതാളാധിപത്യം. ന യോഗസിദ്ധി, അഷ്ടസിദ്ധികളുണ്ട്, യോഗസിദ്ധികൾ, അതും വേണ്ട. ആ പുനർഭവം വാ, രണ്ടാമത് ജനിക്കരുതേ എന്നൊരു വിചാരവും. ജീവിതം നല്ല പോലെയാണെങ്കിൽ ഇനിയും ജനിച്ചാൽ എന്താ വിരോധം? ആര് പറഞ്ഞു നിങ്ങളോട് ഇനി ജനിക്കരുതെന്ന്? ആയിക്കോട്ടെ, സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു 10 കൊല്ലം കഴിയണമാതിരി ഇനി ഇരുന്നൂടെ. ന യോഗസിദ്ധീര പുനർഭവം വാ
മയി അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. അപ്പം ഈശ്വരനോട് നമ്മൾ എന്താ വേണ്ടേ? നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരമുണ്ടല്ലോ, അതിനെ ഈശ്വരന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുക. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളുടെ പൂജയും പുരസ്കാരമൊക്കെ എന്തോ ആയിക്കോട്ടെ, എനിക്കറിയണ്ട, നിങ്ങൾ ഈശ്വരനോട് സംസാരിക്കാൻ തുടങ്ങുമോ വായ തുറന്ന്. എപ്പോഴും സംസാരിച്ചോളൂ. ബാത്റൂമിലായാലും അടുക്കളയിലായാലും ബെഡ്റൂമിലായാലും നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചോളൂ. അപ്പോൾ ധാരാളം നേരം സംസാരിച്ച് മനസ്സിലുള്ളത് ഇന്നതേ സംസാരിക്കാവുന്നില്ല, മനസ്സിലുള്ളതാ പറയുക. ആരോടാ പറയുക? ഈശ്വരനോട് പറഞ്ഞോളൂ. അത് തന്നെ മതി ഭക്തിക്ക്. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷം, അതിൻ്റെ ആ പാരമ്യത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത് ഭക്തി ഭഗവാനോട് നമ്മളെ അടുപ്പിക്കണു. എന്നിട്ട് എന്തുണ്ടാവണു നോക്കൂ. ആ ഭാഗവതകാരൻ പറയുന്നത്, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. എന്താ ഈ കഥ? ഈ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? നിരപേക്ഷം മുനിം ശാന്തം. ഒരു വിധത്തിലുള്ള അപേക്ഷയും ഭക്തൻ്റെ മനസ്സിലുണ്ടാവരുത്. ഒരപേക്ഷയും. ഭഗവാനെ എനിക്ക് അങ്ങേ കാണണം പറയരുത്. എന്തിനു പറയുന്നു? ഭഗവാനേന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി, പറയണ്ട. ഈശ്വരാന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പം ഈശ്വരനെ തന്നെ അല്ലേ നിങ്ങൾ ഈ കാണുന്നത്? ഈ ലോകം ആരാ ഉണ്ടാക്കിയത്? ഈശ്വരൻ വെള്ളമാണെങ്കിൽ ഈ ലോകം ഐസാണെന്നാണ് ഞാൻ പറയാം. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരു വിധത്തിലുള്ള അപേക്ഷയുമില്ലാതെ മുനിം ശാന്തം, മനസ്സിന് ശാന്തതയോടുകൂടി ആശകളില്ലാതെ, നിർവൈരം സമദർശനം, ഒരാളോടും വൈരബുദ്ധി തോന്നാതെ, എല്ലാ ദിക്കിലും ഒരുപോലെ സമത്വത്തോടു കൂടി കഴിയുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ എന്തു ചെയ്യണു? അനുവ്രജാമ്യഹം നിത്യം. കാതുകൾ കടം മേടിച്ച് കേൾക്കുന്നപ്പാ, 2 ചെവി കൊണ്ട് കേട്ടാ പോരാ. അനുവ്രജാമ്യഹം നിത്യം. ആ ആളുടെ പിന്നാലെ ഞാൻ പോണൂന്ന്. എന്തിനു വേണ്ടിയിട്ട്? പൂയേത്യഘ്രിരേണുഭി. അദ്ദേഹത്തിൻ്റെ കാലടിയിൽ നിന്ന് പുറപ്പെടുന്ന പൊടിയുണ്ടല്ലോ, അത് തട്ടി ഞാൻ പവിത്രനാകട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഭക്തിയുടെ പരമകാഷ്ഠ എന്താ കൂട്ടരെ? ഒന്ന് പറയും. ഭഗവാന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുക. എന്താ നിങ്ങൾ ഈ പറയണത്? പാരമഹംസ്യ സംഹിതയാണപ്പോൾ അത്. ഇതിൽ പറയാത്തതൊന്നുമില്ല. അപ്പൊ ഈശ്വരന്റെ പിന്നാലെ പോകുന്ന നില മാറി ഈശ്വരൻ നമ്മുടെ പിന്നാലെ വരണു. നമ്മളെ കാൽപ്പൊടി തട്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ശുദ്ധമാകട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വാഗ്ഗദ്ഗദാദ്രവതേ യസ്യ ചിത്തം രുദത്യഭീക്ഷ്ണം ഹസതി ക്വചിച്ച വിലജ്ജ ഉദ്ഗായതി നൃത്യതേജ മദ്ഭക്തിയുക്തോ ഭുവനം പുനാദി. ഈ നാമസങ്കീർത്തനം എന്ന് പറയുന്നത് എന്താ? ആ നാമസങ്കീർത്തനം ഒന്ന് മാത്രമേ നമുക്ക് കൂട്ടായി ജപിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ തൃശ്ശൂരിൽ ഇവിടെയൊക്കെ ധാരാളം നാമസങ്കീർത്തനം നടത്തി പ്രദർശനം വെച്ചിട്ടുള്ള ആളാണ്. തെരുവുകളിൽ കേരളത്തിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ സങ്കീർത്തനം നടത്തുന്ന സമയത്ത് പല വിധത്തിലുള്ള അനുഭവങ്ങളും ഭക്തി ഉണ്ടെങ്കിൽ നമുക്കുണ്ടാവും. തൊണ്ട ഇടറും, മനസ്സ് വെണ്ണ ഉരുകുന്ന പോലെ ഉരുകും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വല്ലാതെ നിലവിളിക്കും, ഹരേ നാരായണ എന്നൊക്കെ ഉറക്കെ പറയും. വിലജ്ജ ഉദ്ഗായതി നൃത്യതേജ, നൃത്തം വയ്ക്കും. മദ്ഭക്തിയുക്തോ ഭുവനം പുനാദി. എൻ്റെ ഭക്തിയോടുകൂടി ഒരു യോജിപ്പ് വന്നു, അതങ്ങനെ കൂടിച്ചേർന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിനെ മുഴുവനും പരിശുദ്ധനാക്കുന്നു എൻ്റെ ഭക്തൻ. അപ്പം നിങ്ങൾ എന്താ ഈ ഭക്തിയെക്കുറിച്ചും ഭക്തനെക്കുറിച്ചും വെച്ച്? നിഷ്കിഞ്ചനാമയി അനുരക്തചേതസ ശാന്ത മഹാന്തോ അഖില ജീവവത്സലാ
കാമൈരനാലബ്ധതിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഇതൊക്കെ ഭാഗവതത്തിലുള്ള എണ്ണിപ്പിറക്കി പറയേണ്ട ശ്ലോകങ്ങളത്. നിഷ്കിഞ്ചന മയി അനുരക്ത ചേതസ. ഇതിങ്ങനെ കേട്ട് ഗ്രഹിച്ച് ഈ ആശയം മനസ്സിലങ്ങോട്ട് ലയിച്ചു ചേർന്ന് മനസ്സിൻ്റെ ഘടന തന്നെ മാറി, ബുദ്ധിയുടെ പ്രവർത്തന രീതി തന്നെ മാറി, പരിഷ്കാരം വന്ന് പവിത്രത വന്ന് വികാസം വർദ്ധിച്ച് ഔന്നത്യം കൈവരിച്ച് അങ്ങനെ ഒരു മാറ്റമാണ്. അത് ആർക്കാ വരുത്താൻ പറ്റുക? ശബ്ദത്തിനും ആശയത്തിനും മാത്രമേ വരുത്താൻ പറ്റുള്ളൂ. ആശയങ്ങൾ പുറത്തു വരുന്നതാണ് ശബ്ദരൂപത്തിൽ. ഏത് ശബ്ദത്തിലും ആശയമുണ്ടാവും, വാക്കുകളിൽ. കിഞ്ചനൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തൻ്റേതാണെന്ന് വിചാരിക്കുന്നവൻ. നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞാലോ തൻ്റേതായിട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നവൻ. മൈ അനുരക്ത ചേതസഹ. ഈശ്വരനോട് അനുരാഗമുള്ള മനസ്സ്. നിങ്ങളെല്ലാവരും ഭക്തന്മാരാ, തൊഴും. അനുരാഗമുണ്ടോയെന്നാണ് ചോദിച്ചത്. ഭഗവാനോട് സ്നേഹമുണ്ടോന്ന്. സ്നേഹം വന്നാൽ എന്തായി? ഉടനെ മാറ്റങ്ങളായി ശരീരത്തിൽ മുഴുവൻ. ഇപ്പം മുമ്പ് പറഞ്ഞില്ലേ അതേമാതിരി. നിഷ്കിഞ്ചനാമയി അനുരക്ത ചേതസ ശാന്ത മഹാന്തോ അഖില ജീവവത്സലാ. ശാന്തന്മാരായി ശമഗുണശീലന്മാരായി മഹാന്ത മഹത്തായിരിക്കുന്നവർ, അന്തം ലക്ഷ്യം പുലർത്തുന്നവരാണ് അവർ. അഖില ജീവവത്സലാ എല്ലാ ജീവങ്ങളോടും വാത്സല്യം തോന്നുന്നു. തൻ കാമൈരനാലബ്ധതിയോ ജുഷന്തിയത്. അവരുടെ ബുദ്ധിയെ വലയം ചെയ്ത ഒരാശയം നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിയും മനസ്സും വന്നാൽ അവരാ ബുദ്ധി കൊണ്ട് എന്താണോ രുചിക്കുന്നത്, അനുഭവിക്കുന്നത്, തൻ നൈരപേക്ഷ്യം ന വിദുസുഖം മമ. നൈരപേക്ഷ്യം, നിരപേക്ഷതയിൽ നിന്ന് വരുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം ബാക്കിയുള്ളവരെ എങ്ങനെയാ അറിയുക? അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാ സുഖമയാദിശഃ. കൃഷ്ണൻ ഉദ്ധവനോട് പറയണതാ. അകിഞ്ചനൻ, ഒന്നുമില്ലാത്തവൻ. ദാന്തൻ, ഇന്ദ്രിയങ്ങളെ നല്ല പോലെ നിയന്ത്രിച്ചിട്ടുള്ളവൻ. ശാന്തസ്യ സമചേതസഃ, ശാന്തനാണ്, സമബുദ്ധിയുള്ളവനാണ്. എല്ലാ ദിക്കിലും ഒരുപോലെ ഈശ്വരനെയും പരമാത്മാവെയും കാണുന്നവൻ. മയാ സന്തുഷ്ട മനസഃ, ഞാൻ ഈശ്വരൻ എന്നുള്ളൊരു വിചാരം കൊണ്ട്, ഭാവം കൊണ്ട്, സ്മരണ കൊണ്ട് മനസ്സിന് സന്തോഷമായി. ആ ആൾക്ക് സർവാഹ സുഖമയാ ദിശ, എല്ലാ ദിക്കും സുഖസ്വരൂപമാണ്, സുഖമയമാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. അവസാനം പറയുമ്പോഴും അത് തന്നെയാണ് പറയണത്. തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. അപ്പൊ ഭാഗവതം നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്താ? പരമമായ സത്യത്തെ കാണാൻ പറ്റില്ല, ഈശ്വരനെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകൊണ്ട് മുമ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെയുള്ളത് കാണാൻ പറ്റില്ല, ഇപ്പുറത്തുള്ളത് കാണാൻ പറ്റില്ല. ഈശ്വരനാണെങ്കിൽ സർവ്വവ്യാപിയാണ്. അപ്പം സർവ്വവ്യാപിയെ കാണാനുള്ള കണ്ണോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും മനസ്സിലാക്കാമെങ്കിൽ അത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. തച്ഛുദ്ധം വിമലം വിശോകമൃതം വിശോകമൃതം സത്യം പരം ധീമഹി. അത് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം എന്താന്ന് ചോദിച്ചാൽ സത്യം പരം ധീമഹി. അപ്പം ശ്രീമദ് ഭാഗവതം പറയുന്ന പരമസത്യം എന്താ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കുറേശ്ശെയൊക്കെ കേട്ടും ചിന്തിച്ചും വായിച്ചും മനസ്സിലാക്കിയും ആലോചിച്ചും ഗ്രഹിക്കും. എന്നിട്ട് ആ പരമസത്യത്തിനെ കുറിച്ച് ബുദ്ധി കൊണ്ട് ആലോചിക്കും. ഇതാണ് നമ്മുടെ ഭാഗവതം നിത്യജീവിതത്തിലാക്കി തീർക്കാനുള്ളൊരു വഴി. നിങ്ങൾ പൂജ കൊണ്ടും പുഷ്പം കൊണ്ടുമുള്ള ആരാധനയാണ് ഭക്തി എന്ന് വിചാരിച്ചാൽ അത് എത്ര നേരം നടത്തും? അരമണിക്കൂർ നടത്തും. ബാക്കിയുള്ള സമയത്തോ പൂജാമുറിയും പൂട്ടിയിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോവാൻ, എൻ്റെ പിന്നാലെ വരരുത് എൻ്റെ ഈശ്വര, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ വേണ്ടി വന്നാൽ പൊളിയും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊള്ളാം, ഞാൻ വൈകുന്നേരം വന്ന് തുറക്കുമ്പോഴേ വരൂ എന്ന് പറഞ്ഞ് പോകുന്നവരാണ് നിങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് മാറി
ശരിയായ ഭക്തി ഒന്നുണ്ട്, ഭഗവാൻ ഒന്നുണ്ട്. ആ ഭഗവാനെ നമുക്ക് ഹൃദയത്തിൽ പിടിച്ച് കെട്ടാൻ സാധിക്കും, സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനുള്ള വഴി ഇന്നതൊക്കെയാണ്. ഇതൊക്കെ പറയുന്നു. 3 കുട്ടികളെയാണ് ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നത്. ഒന്ന് ശമീക മഹർഷിയുടെ കുട്ടി ശൃംഗി, പിന്നെ 5 വയസ്സുള്ള ധ്രുവൻ, 7 വയസ്സുള്ള പ്രഹ്ലാദൻ. ഈ കുട്ടികളെ അവതരിപ്പിക്കുന്നത് മൂലം കുട്ടികളാണെങ്കിലും വായിക്കുന്നവരൊക്കെ മുതിർന്നവരാണല്ലോ. ഓരോ കുട്ടിയുടെ കാര്യത്തിലും ശൃംഗിയുടെ അച്ഛൻ ശമീക മഹർഷിയുടെ മകനാണല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എൻ്റെ പൊന്നുമോനെ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ചെറിയ തെറ്റിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കെ, ഇത് ശരിയായില്ല എന്ന്. അങ്ങനെ ഉപദേശിക്കാനുള്ള ആൾ നമുക്ക് വേണം. കുട്ടികളെ ഉപദേശിക്കേണ്ടത് അങ്ങനെയാണ്. അവരെന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ചാൽ ശരി ശരി എന്നൊന്നുമല്ല നിങ്ങൾ പറയേണ്ടത്. സമയം വേണ്ടതുപോലെ ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ ധ്രുവൻ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞത് കേട്ട് ഒരു കൂസലും കൂടാതെ മധുവനത്തിലേക്ക് കയ്യും വീശി അങ്ങോട്ട് പോയി. നാരദൻ തടുത്തു നിർത്തിയപ്പോൾ, പറ്റില്ല പറ്റില്ല, ഞാൻ ക്ഷത്രിയകുമാരനാണ്, ക്ഷത്രിയ ബാലനാണ്, എല്ലാവരും തോറ്റയിടത്ത് ഞാൻ ജയിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതെന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ മിണ്ടാതെ വന്ന വഴിക്ക് പോകുന്നു പറഞ്ഞു. നാരദ മഹർഷിക്ക് സന്തോഷമായി, ഉപദേശമൊക്കെ കൊടുത്തു. പിന്നെ പ്രഹ്ലാദനോ, അച്ഛൻ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അധ്യാപകന്മാരടക്കം തല്ലി. അച്ഛൻ വാളെടുത്ത് മുൻപിൽ നിന്നു, വെട്ടാൻ പുറപ്പെട്ടു, പക്ഷേ നടന്നില്ല. ആ കുട്ടിയുടെ മുൻപിൽ വെച്ചിട്ടാണ് നരഹരിയും ഹിരണ്യകശിപിയും കൂടിയിട്ടുള്ള യുദ്ധം, പമ്പര യുദ്ധം നടന്നത് അവിടെ വെച്ചിട്ടാണല്ലോ. അതിനൊക്കെ സാക്ഷ്യം വഹിച്ച് അവസാനം സ്തുതിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ 3 കുട്ടികളുടെ ചരിത്രവും നല്ല പോലെ വായിച്ച് മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് ഈ പുസ്തകം തന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന്. എന്താ അത്? ഭാഗവതം നിത്യജീവിതത്തിൽ. ഇത് ഞാൻ ആദ്യമായി എഴുതിയതാണ്. 16 പുസ്തകം എഴുതിയിട്ടുണ്ട്. സംഗ്രഹിച്ച ശ്രീമദ് ഭാഗവതത്തിലുള്ള ശ്ലോകങ്ങളെ ചുരുക്കി ചുരുക്കി എടുത്ത് അർത്ഥത്തോടും വിവരണത്തോടും കൂടി ഒരു മൂല്യനിർവചനം നൽകിക്കൊണ്ടുള്ള പുസ്തകങ്ങളാണ് 16. അതിൽ ആദ്യത്തെ പുസ്തകമാണിത്. ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ ഭംഗിയായി എല്ലാവർക്കും നല്ല സരസ്വതി വിലാസം ഉണ്ടാവട്ടെ. ആ ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസദേവൻ എന്തെല്ലാം തത്വമൂല്യ സിദ്ധാന്തങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാനും നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാനും അതിന് സാഫല്യവും സംതൃപ്തിയും സൗഭാഗ്യവും അണിയിക്കാനും വേണ്ടി പറഞ്ഞിട്ടുള്ളതോ അതെല്ലാം നിത്യജീവിതത്തിൽ കൊണ്ടു നടത്താവുന്നതാണ്, കൊണ്ടു നടക്കേണ്ടതുമാണ്. അതുകൊണ്ട് വ്യക്തി നന്നാവും, കുടുംബം നന്നാവും, സമാജം നന്നാവും, രാഷ്ട്രം നന്നാവും, ലോകം നന്നാവും. ഞാൻ എല്ലാം കൂടി പറയുന്നത് ക്യാരക്ടറൽ എലിഗൻസ്, ബിഹേവിയറൽ മെജസ്റ്റി ആൻഡ് ഇൻട്രാക്ഷണൽ എക്സലൻസ്. ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്നുള്ളൂ. ഒന്നെന്താ? ക്യാരക്ടറൽ എലിഗൻസ്, സ്വഭാവ വൈശിഷ്ട്യം. പിന്നെയോ പെരുമാറ്റ സൗഷ്ഠവം. പിന്നെ സങ്കല്പ മികവ്, സമ്പർക്ക മികവ്. ഇൻട്രാക്ഷൻസ് നടത്തുമ്പോൾ അതിന് നല്ല മികവ് നമുക്ക് വേണം. ഈ 3 ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും എന്ന പോലെ വിവരിച്ചിട്ടുള്ളത്. ഇത് നല്ല പോലെ ഊന്നിപ്പറഞ്ഞ് നമ്മുടെ സമാജം കൂടുതൽ നന്നാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ ഉണ്ടാവണം. അത് ഒരു തലമുറയിലല്ല, വരും തലമുറകളിലും നല്ല കുട്ടികൾ ഉണ്ടാവണം. അവർക്ക് ആദ്യം വേണ്ടത് കുടുംബസ്നേഹമാണ്, ഒപ്പത്തിനൊപ്പം സമാജ സ്നേഹവും വേണം. അവരെല്ലാവരും പഠിച്ച് നന്നായി നല്ല നല്ല സ്ഥാനങ്ങളും മാനങ്ങളും വരുമാനങ്ങളും ഒക്കെ ഉണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെ ആയാൽ നന്നാവും. അതിനെല്ലാറ്റിനും ഇടവരട്ടെ. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമാപന ഓങ്കാരം ഒരു തവണ ജപിക്കുക. അതിനുള്ള മുദ്ര മുൻപ് പറഞ്ഞതുപോലെ
കൈവിരൽ കോർത്ത് മടിയിൽ വെച്ച് നിവർന്നിരുന്ന് അങ്ങനെ ഇരിക്കുക. ഇതാ ഒരു തവണ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു.